ഈ ജോൺ അബ്രഹാം തൻ്റെ ഒരു ഗുരുതുല്യനായി കണ്ടിരുന്ന ലൂയി ബിനുവൽ എന്ന സംവിധായകനുമായിട്ടുള്ള വ്യത്യാസം. ലൂയി ബിനുവലും ഒരു അരാജകവാദിയൊക്കെ ആയിരുന്നു. പക്ഷേ സിനിമ എടുക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് ആ സിനിമ മാത്രമേ ഉള്ളൂ. അച്ചടക്കം അത്യാവശ്യമായ ഒരു രംഗമാണ് സിനിമ. കാരണം സിനിമ എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും പണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പണച്ചെലവൊന്ന്, മറ്റൊന്ന് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചെടുക്കുന്നത്, വേറൊന്ന് ഈ ആളുകളെല്ലാം ഒരു നിയന്ത്രണത്തിൽ നിർത്തുന്നത്. പേര് ഈ രാസലഹരിയുടെ അടിമകളായിട്ടുണ്ട്. അതിപ്പോൾ വിൻസി അലോഷ്യസ് എന്ന ഒരു നടി അത് തുറന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമായി. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജോൺ ഇങ്ങനെയല്ലായിരുന്നുവെങ്കിൽ, ജോൺ ഈ ലഹരിക്ക് കീഴ്പ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ജോൺ ഈ 4 സിനിമയല്ല എടുക്കേണ്ടത്. തകർച്ചയിലേക്ക് നീങ്ങുന്ന ഇൻഡസ്ട്രി പൂർണ്ണമായി തകരാൻ ഈ ഒരു ലഹരി മാത്രം മതിയാവും. ചലച്ചിത്ര വിചാരത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഇന്നത്തെ വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് തിയേറ്ററിൽ ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അതോടൊപ്പമുള്ള ഒരു വലിയ പ്രശ്നം ഈ ലഹരിക്ക് അടിമപ്പെട്ട കലാകാരന്മാരാണ്. ഇത് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എല്ലാ കാലത്തും അങ്ങനെ തന്നെയല്ലേ എന്ന്. അത് ഒരു വിധത്തിൽ ശരിയാണ്. കാരണം കല എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയാണ്. പക്ഷെ കല ലഹരിയായിട്ട് സ്വീകരിക്കുന്നവർ വളരെ കുറവാണ്. അതായത് അത് മാത്രം പോരാ ലഹരി എന്ന് കരുതുന്ന പല കലാകാരന്മാരുമുണ്ട്. അത് എല്ലാ കലകളിലും ഉണ്ട്. സിനിമ കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പേ ഉണ്ട്. പഴയ കാലത്തെ നമ്മുടെ കലാരംഗങ്ങളിലൊക്കെ ഈ ലഹരിയുടെ, അന്നത്തെ ലഹരി എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല, മദ്യപാനം മാത്രമേ ഉള്ളൂ. ഈ മദ്യപാനത്തിൻ്റെ ദൂഷ്യങ്ങൾ അന്ന് പല പല രംഗങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ചില നാടക സമിതികളിൽ വളരെ അധികം മദ്യപിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവരിൽ ചിലർ പ്രത്യേക സിദ്ധിയുള്ള ആളുകളായിരുന്നു. അതായത് അവർ ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഈ സ്റ്റേജിന് പിന്നിൽ ഒരു പക്ഷേ കാലൊക്കെ നാവ് കുഴഞ്ഞ് സംസാരിക്കുകയും കാല് നിലത്തുറപ്പിക്കാൻ കഴിയാതെയും ഒക്കെ നിൽക്കുന്ന ആളുകൾ ആ സ്റ്റേജിലേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അവർ ആ കഥാപാത്രമായിട്ട് മാറും. അങ്ങനെ സിദ്ധിയുള്ള കുറേ നടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത്തരം മാതൃകകൾ കൂടെ കണ്ടിട്ടാണ് പിന്നീട് വന്ന പല ചെറിയ കലാകാരന്മാരും ഈ ലഹരിയിലേക്ക് പോകുന്നത്. കാരണം ആ ലഹരി അവരുടെ കഴിവിനെ കെടുത്തിയിട്ടില്ല എന്നുള്ളൊരു വിചാരം കൊണ്ടാണ്. അങ്ങനെ നാടകരംഗത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നാടക സമയത്ത്, ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അടിതെറ്റി വീഴുകയാണെങ്കിൽ ആ നടന് പിന്നെ അവിടെ സ്ഥാനം ഉണ്ടാവില്ല. അങ്ങനെ ഒരു അച്ചടക്കബോധം എല്ലാ കലാരംഗത്തും ഉണ്ടായിരുന്നു. കാരണം അമിതമായിട്ട് മദ്യപിക്കുകയും ഈ കലാരൂപം അവതരിപ്പിക്കുമ്പോഴുള്ള അച്ചടക്കത്തെ ലംഘിക്കുകയും ചെയ്യുന്നവരെ അടുപ്പിക്കരുത് എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാടകങ്ങൾ മാത്രമല്ല, മറ്റ് കലാരൂപങ്ങൾക്കുണ്ട്. അത് ഈ താഴോട്ട് വരുമ്പോൾ ഓരോ കലാരൂപവും കൈയാളുന്നവർക്കൊക്കെ തങ്ങൾ കലാകാരനാവണമെങ്കിൽ മദ്യപിക്കണം എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഫാഷന് പുറകെ പോകും. കാരണം കലാകാരനാകാൻ ഇത് വേണം എന്ന് കരുതിയിട്ട് പോകുന്നവരുണ്ട്. ചിലർ കലാകാരനാകാൻ താടി മുടി വേണം, തുണി സഞ്ചി വേണം എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ പിന്നീട് വന്നവർ, വലിയ സംവിധായകർ പലരും വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നാടകത്തിൽ മാത്രമല്ല, എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവമുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നാട്ടുമ്പുറങ്ങളിൽ അല്ലെങ്കിൽ ഈ ഉത്സവപ്പറമ്പുകളിൽ വളരെ പ്രചാരം ഉണ്ടായിരുന്ന കലാരൂപങ്ങളായിരുന്നു ഈ കഥാപ്രസംഗവും വിൽപ്പാട്ടും. കഥാപ്രസംഗം കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട്. വിൽപ്പാട്ട് പക്ഷേ ഒരു സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വിൽപ്പാട്ടെന്ന് പറയുന്നത് വില്ലടിച്ചാൻ പാട്ട് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്.
അത് മിക്കവാറും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു കലാരൂപമാണ്. ഈ വില്ലടിച്ചാൻ പാട്ടിനെ പരിഷ്കരിച്ചാണ് വിൽപ്പാട്ടാക്കുന്നത്. ആ വിൽപ്പാട്ടാക്കിയപ്പോൾ പിന്നെ കഥാപ്രസംഗമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ കഥാപ്രസംഗത്തിൽ ഈ കാഥികൻ തന്നെയാണ് കഥ പറയുന്നതും പാട്ട് പാടുന്നതും. വിൽപ്പാട്ടിനെ സംബന്ധിച്ചിടത്തോളം വില്ലടിക്കാൻ ഒരാളുണ്ട്, കഥ പറയാൻ ഒരാളുണ്ട്, പാട്ട് പാടാൻ വേറൊരാളുണ്ട്. അപ്പം എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അക്കാലത്ത് ഒരു കഥ പറച്ചിലുകാരൻ കൂടെ ആയിരുന്നു. കുറച്ച് സ്റ്റേജുകളിൽ നല്ല പരിഭ്രമമൊക്കെ ഉണ്ടെങ്കിലും കഥ പറയാൻ എന്നെ കയറ്റിവിടും, കഥ പറയും. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ നാട്ടിൽ സീനിയർ ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ അപ്പം കഥ എഴുതി കൊടുത്ത ഒരാൾ, ഈ ഈ വിൽപ്പാട്ടിൻ്റെ കഥ എഴുതി കൊടുത്ത ആൾ തന്നെയാണ് ഈ കഥ പറയുന്നത്. പാടാനൊരാളുണ്ട്, വില്ലടിക്കാനൊരാളുണ്ട്. അപ്പം ഇവർ ഈ തട്ടയിൽ കയറുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് മദ്യപിച്ച്, ഈ കഥ പറയുന്ന ആളൊഴിച്ച് ബാക്കി എല്ലാവരും മദ്യപിച്ചിട്ടാണ് കയറുന്നത്. എന്ന് മാത്രമല്ല, അവരതിൻ്റെ പുറകിലായിട്ട് ചെറിയ കുപ്പിയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് മൂട് കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ പാട്ട് പാടുന്നയാൾക്ക് പാട്ടൊക്കെ മറന്നിട്ട് അയാൾ വേറെ ആ സമയത്ത് സിനിമയിൽ വന്ന ചില പാട്ടുകൾ അങ്ങ് പാടുന്നു. ഈ കഥ പറയുന്നയാൾ കഥ പറയുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള പാട്ട് വരുന്നില്ല. വില്ല് അടിക്കുന്നയാൾ ഈ കോല് കയ്യിൽ വെച്ച് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നു. അതിനിടയ്ക്ക് കൂട്ടത്തിലൊരാൾ പുറകോട്ട് തിരിഞ്ഞിരുന്ന് ഛർദ്ദിക്കുന്നു. ചുരുക്കത്തിൽ ഈ കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് എഴുതിയ ആൾ കോപിഷ്ഠനായിട്ട് എങ്ങനെയെങ്കിലും അത് പറഞ്ഞങ്ങ് കഥ പെട്ടെന്ന് അവസാനിപ്പിച്ച് കർട്ടൻ വീണപ്പോൾ ഈ സ്റ്റേജിൻ്റെ പുറകിൽ വന്ന് നിന്ന് ആക്രോശിക്കുന്നത് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. ഞാനന്ന് ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിന്നെയൊക്കെ ഞാൻ കോടതിയിൽ കയറ്റും, എൻ്റെ കലയെയാണ് നീ നശിപ്പിച്ചത് എന്നൊക്കെ പറയുന്നു. മറ്റവർക്കതൊന്നും മനസ്സിലേക്ക് കയറുന്നില്ല. കാരണം ഇവിടെ സംഭവിച്ചത് കലാകാരന്മാരാകാൻ വേണ്ടി മദ്യം സേവിച്ചപ്പം പിന്നെ മദ്യത്തിൻ്റെ അടിമകളായിപ്പോയി. അപ്പോൾ കലയെല്ലാം പോയി, അവിടെ വെറും തോന്നിയാസമായി മാറി എന്നുള്ളതാണ്. ഇത് പലർക്കും സംഭവിക്കാറുണ്ട്, പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്, എല്ലാ കലാരൂപങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, സിനിമയിലൊരു കാലത്ത് വളരെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നിർമ്മാതാക്കളുണ്ടായിരുന്നു. അവർക്ക് തങ്ങളുടെ കമ്പനിയുടെ ഒരു പേര് നിലനിർത്തുക എന്ന് പറയുന്നവർക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അമിതമായിട്ട് മദ്യപിച്ചിട്ടും ഒക്കെ വരുന്ന ആർട്ടിസ്റ്റുകളെ അവർ കഴിയുന്നതും വിലക്കുമായിരുന്നു. പിന്നെ ചിലരിത് വിലക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും, വളരെ പ്രശസ്തരായ ആളുകളായിരിക്കും. വളരെ പ്രശസ്തരായ നിരവധി അവാർഡുകളൊക്കെ വാങ്ങിയ ചില നടന്മാരുണ്ട്. ഈ നടന്മാരും ഈ അഭിനയിക്കാൻ വരുമ്പോൾ അവർ ചില പ്രശ്നങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അനുസരിക്കാതിരിക്കുക, മറ്റ് നടന്മാരോട് മോശമായിട്ട് പെരുമാറുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ വേണ്ടാന്ന് വയ്ക്കാറുണ്ട്. ചില സംവിധായകർ, ചില നിർമ്മാതാക്കൾ. ചില സംവിധായകരും ഇക്കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റായിരുന്നു. അങ്ങനെയൊക്കെ വരുന്നവരെ വെച്ചിട്ട് സിനിമ എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു രീതി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഇത് നിയന്ത്രിച്ചു വന്നത്. എന്നാൽ ചില സംവിധായകർ തന്നെ വലിയ മദ്യപാനികളായിട്ടുള്ള അവസ്ഥയും നമുക്കറിയാം. മദ്യപാനികളായ സംവിധായകരിൽ ലെജൻഡായി നിൽക്കുന്ന ഒരാളുണ്ട്, അത് ജോൺ അബ്രഹാമാണ്. എല്ലാവർക്കും അറിയാം, ജോൺ സദാ മദ്യപാനിയായിരിക്കും എന്നുള്ള കാര്യം. അതിൻ്റെ താഴത്തെ ലെവലിൽ ഒരു PN മേനോനെ പോലെ ഒക്കെയുള്ള ആളുകൾ. പക്ഷെ ജോൺ മദ്യപിച്ച് തന്നെയാണ് അദ്ദേഹം ഈ സിനിമകൾ ചെയ്യുന്നത്. അപ്പം ജോൺ അബ്രഹാമിനെ പോലെ ഒരാൾ ചെയ്യുന്നത് കൊണ്ട് അനുകരിക്കാൻ ധാരാളം ആളുകളുണ്ടായി. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ സാഹിത്യരംഗത്ത് M. മുകുന്ദനും മറ്റും എഴുതിയ കഥകളിൽ ചരസ്സൊക്കെ, മലയാളത്തിൽ ഈ കള്ളും കഞ്ചാവും അല്ലാതെ ഒരു ലഹരി പദാർത്ഥത്തെക്കുറിച്ച് ആദ്യം കേൾക്കുന്ന ചരസ്സാണ്. അത് മുകുന്ദൻ്റെ നോവലുകളിലൂടെയൊക്കെയാണ് മലയാളി അറിയുന്നത്. അങ്ങനെയാണ് പതുക്കെ ഈ രാസലഹരിയിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ ഒരു സംക്രമണ ഘട്ടമാണത്.
അപ്പം ജോൺ മദ്യപിക്കുന്നില്ലേ, അയാൾ ഇത്രയും പേരുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനുകരിച്ച ചില ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ അനുകരിച്ചവർക്ക് ഒട്ടും തന്നെ ഒരു സിനിമ പോലും എടുത്ത് തീർക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ജോൺ ഏറ്റവും കുറഞ്ഞത് 4 സിനിമകളെങ്കിലും എടുത്തു. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജോൺ ഇങ്ങനെയല്ലായിരുന്നുവെങ്കിൽ, ജോൺ ഈ ലഹരിക്ക് കീഴ്പ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ജോൺ ഈ 4 സിനിമയല്ല എടുക്കേണ്ടത്. കാരണം ധാരാളം സിനിമയെക്കുറിച്ചുള്ള ആശയങ്ങളുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് പല സിനിമകളെക്കുറിച്ചുമുള്ള ആശയങ്ങളിങ്ങനെ പറയുമായിരുന്നു. അത് വളരെ പുതുമയുള്ള ആശയങ്ങളായിരുന്നു. പക്ഷെ ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 4 സിനിമകളെ എടുത്തുള്ളൂ. ഈ 4ലും തീർച്ചയായും ധാരാളം ന്യൂനതകളുമുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റ് കലാരൂപങ്ങളെക്കാളൊക്കെ അച്ചടക്കം അത്യാവശ്യമായ ഒരു രംഗമാണ് സിനിമ. കാരണം സിനിമ എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും പണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പണച്ചെലവൊന്ന്, മറ്റൊന്ന് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചെടുക്കുന്നത്, വേറൊന്ന് ഈ ആളുകളെല്ലാം ഒരു നിയന്ത്രണത്തിൽ നിർത്തുന്നത്. ഇതെല്ലാം ആ സംവിധായകൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായും അച്ചടക്കമില്ലാതെ വരുമ്പോഴേക്ക് ഇതിലെല്ലാം താളപ്പിഴകളുണ്ടാകും, തുടർന്ന് ചെയ്യാൻ കഴിയാതെ വരും. ഇവിടെയാണ് ഈ ജോൺ അബ്രഹാം തൻ്റെ ഒരു ഗുരുതുല്യനായി കണ്ടിരുന്ന ലൂയി ബിനുവൽ എന്ന സംവിധായകനുമായിട്ടുള്ള വ്യത്യാസം. ലൂയി ബിനുവലും ഒരു അരാജകവാദിയൊക്കെ ആയിരുന്നു. പക്ഷേ സിനിമ എടുക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് ആ സിനിമ മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും അതെങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് അങ്ങേയറ്റത്തെ ബോധമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു കാലത്ത് അദ്ദേഹം വളരെ കലാപരമായ സിനിമകൾ എടുക്കുകയും ആ കലാപരമായ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കുറച്ച് പരീക്ഷണപരവും കൂടെയാണ്. അതുകൊണ്ട് അത് വേണ്ട സാമ്പത്തിക വിജയം നേടാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പ്രൊഡ്യൂസർ വന്നിട്ട് പറയുകയാണ്, ഒരു 4 സിനിമ വിജയിക്കുന്ന സിനിമ എടുക്കാമെങ്കിൽ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന 4 സിനിമ എടുക്കാമെങ്കിൽ 5ാമത്തെ സിനിമ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ വെല്ലുവിളി ലൂയി ബിനുവൽ ഏറ്റെടുത്തു. അദ്ദേഹം 4 സിനിമകൾ ചെയ്തു. എല്ലാം ബോക്സ് ഓഫീസ് ഹിറ്റുകളാണ്, എല്ലാം വളരെ ജനകീയമായ സിനിമകൾ. ഈ 4 എടുത്തിട്ട് 5ാമതായിട്ട് അദ്ദേഹം വളരെ പരീക്ഷണപരമായ ഒരു സിനിമ എടുക്കുന്നു. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ, ഒരു സംവിധായകന് താൻ എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കയ്യൊതുക്കം, അച്ചടക്കം അതുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിഷനുണ്ട്. അത് താൻ വിചാരിക്കുന്നത് പോലെ ചെയ്തിരിക്കും. ഇത് ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുന്നു, അത് ജനങ്ങൾ കണ്ടിരിക്കും. ഇത് വളരെ കലാപരമായിട്ട് ചെയ്യുന്നു, അത് കലാപരമായ ചിത്രമായിരിക്കും എന്നുള്ള ഒരു വിഷനോടുകൂടി ചെയ്യാൻ കഴിഞ്ഞത് ലഹരിയെ മറികടക്കുന്ന കലയുടെ ലഹരി അദ്ദേഹത്തിനുണ്ടായിരുന്നുകൊണ്ടാണ്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ നമ്മളെ പലർക്കും ലഹരിക്കായിരിക്കും മുൻതൂക്കം, കലയ്ക്കല്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, കുറച്ച് കാലം മുമ്പുള്ള ആ സിനിമയിൽ മിക്കവാറും ഈ അഹിതമായി പലതും സംഭവിക്കാതിരുന്നത് അച്ചടക്കത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ചില നിർമ്മാതാക്കളുണ്ടായിരുന്നു, അവർ തങ്ങളുടെ സെറ്റുകളിൽ അങ്ങനെയുള്ള യാതൊന്നും അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ വിജയകരമായിട്ടുള്ള ചിത്രങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ടി വാസുദേവനെ പോലെ ഒക്കെയുള്ള നിർമ്മാതാക്കൾ, പിന്നെ സ്റ്റുഡിയോ ഉടമകളുടെ ആയിരുന്ന സുബ്രഹ്മണ്യം, കുഞ്ചാക്കോ, അവരൊന്നും തന്നെ അത്തരത്തിലുള്ള ഒരു ലഹരിയുടെ വ്യാപനം ആ സ്റ്റുഡിയോയ്ക്ക് ഉള്ളിലേക്ക് അനുവദിച്ചിട്ടേയില്ല. പക്ഷേ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചിലരുടെ സെറ്റുകളിലാണ് ഇത് നടന്നിട്ടുള്ളത്. അങ്ങനെയുള്ള സംവിധായകരുടെ ഇടയിലാണ് അത് നടന്നിട്ടുള്ളത്. എങ്കിലും അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. അതിനൊരു കാരണം, എത്രയായാലും ഇത് കള്ളല്ലേ എന്നുള്ള ഒരു സംഭവമാണ്. പക്ഷേ അത് കള്ള് വിട്ട് പിന്നെ കഞ്ചാവിലേക്ക് വരികയും അവിടെ നിന്ന് അത് രാസലഹരിയിലേക്ക് മാറുകയും ചെയ്യുമ്പോഴേക്ക് വഞ്ചിക്കപ്പെടാൻ എളുപ്പമാണ്. അപ്പോൾ വളരെ സ്ട്രിക്റ്റായ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും പോലും അവിടെ വഞ്ചിക്കപ്പെടാം. കാരണം അവിടെ ലഹരിയുടെ ഗന്ധമില്ല, അതിൻ്റെ ബാഹ്യമായ ലക്ഷണങ്ങളില്ല. പക്ഷേ പന്തികേടുകളുണ്ട്, അത് മനസ്സിലാവുന്നില്ല തുടക്കത്തിൽ. പിന്നീടത് മനസ്സിലാക്കും. ഇന്നിപ്പം വന്നിരിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്.
കുറേ പേര് ഈ രാസലഹരിയുടെ അടിമകളായിട്ടുണ്ട്. അതിപ്പോൾ വിൻസി അലോഷ്യസ് എന്ന ഒരു നടി അത് തുറന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമായി. തീർച്ചയായും അതിനെക്കുറിച്ച് അറിവുള്ളവർ ഇതിനെ അകറ്റി നിർത്താനായിട്ട് ഉള്ള ഒരു ദൃഢനിശ്ചയം അവർക്കുണ്ടാവണം. അങ്ങനെയല്ലെങ്കിൽ പൊതുവേ തകർച്ചയിലേക്ക് നീങ്ങുന്ന ഇൻഡസ്ട്രി പൂർണ്ണമായി തകരാൻ ഈ ഒരു ലഹരി മാത്രം മതിയാവും. അതുകൊണ്ട് ഇതിൽ പ്രവർത്തിക്കുന്ന വിൻസി അലോഷ്യസിൻ്റെ വഴി ശരിയാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് എക്സ്പോസ് ചെയ്യാനും അതിനെതിരെ മുന്നറിയിപ്പ് കൊടുക്കാനും അതിൽ നിന്ന് മാറി നിൽക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മലയാള സിനിമയുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് അനിവാര്യമാണ്.